അപ്പോൾ ഒരു ശനിയാഴ്ച പ്രമാണിച്ച് നമ്മൾ കറങ്ങാൻ പോകണം. അപ്പം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അറിയില്ല. ലിസ്ബണിലേക്ക് പോകുന്നുണ്ട്. ലിസ്ബണിൽ നിന്ന് പിന്നെ എങ്ങോട്ടൊക്കെയാണ് പോകണമെന്ന് അറിയില്ല. ബീച്ചിലേക്കൊക്കെ പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോയി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടേക്ക് പോകണം? ലിസ്ബണിലേക്കാണ്. അപ്പോൾ നമ്മൾ ലിസ്ബണിലേക്ക് പോകുന്ന വഴിക്കാണ്. അപ്പോൾ അവിടേക്ക് പോകാനുള്ള വാഹനത്തിൽ കയറിയിട്ട് കാണാം. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയും കയറ്റും. രണ്ട് ബ്ലോക്ക് ഇലക്ട്രിക് വണ്ടി എടുക്കണ്ടല്ലോ. അതെ, എനിക്ക് എന്റെ കമ്പനിയാണ് കാണുന്നത്. അതെ, ഇത് സാഗറസ് എന്ന് പറഞ്ഞിട്ടൊരു ബിയറിന്റെ, ഇവിടെയുള്ള ലോക്കൽ ബിയറിന്റെ സംഭവമാണ്. നമ്മൾ ലിസ്ബണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ ലിസ്ബണിലെ കസ്കൈസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ബീച്ചാണ്, കൊള്ളാം. ഇങ്ങനെ അവിടെ നിന്ന് പാർക്കിംഗ് സ്പോട്ട് തപ്പി വന്ന സമയത്ത് ഒരു സ്പെഷ്യൽ സാധനത്തിനെ കണ്ടിട്ടേ എനിക്ക് ആ സാധനം കണ്ടപ്പോൾ വല്ലാത്തൊരു ഉൾപ്പുളകം. സാധനം കാണിച്ചു തരാം. ഈ സാധനമാണ് ഞാൻ പറഞ്ഞ ആ സാധനം. പൊളി സാധനം, ഒന്നും പറയാനില്ല. കിടലെന്ന് പറഞ്ഞാലും പോരാത്തത്ര കിടലൻ സാധനം അല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മക്കാനല്ലത്, ഈ സാധനത്തിന് ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് കാണുന്നത്. പൊളി സാധനം, ഇഷ്ടപ്പെട്ടു. ഒന്നും നോക്കാനില്ല. അവിടെ വണ്ടി വരുന്നുണ്ട്. നൈസ്, അതും കൊള്ളാം. പൊളി സാധനം, കൊള്ളാം, പൊളി സാധനം. ഞാൻ GTA Vice Cityയിലും സാൻ ആൻഡ്രിയാസിലും GTA 5 മാത്രം ഇങ്ങനെ ബീച്ച് കണ്ടിട്ടുള്ളൂ. കൊള്ളാം. നമുക്കിനി അങ്ങോട്ട് പോകാം. പാർക്കിങ്ങിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാർക്കിങ്ങിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി. അതെ, ഇതാണ് ലിയോ ചേട്ടൻ, അത് ആദർശ് ചേട്ടൻ. ഈ ചേട്ടൻ്റെ പേര് ഗിൽബർട്ട്. പാർക്കിങ്ങിന്റെ ടിക്കറ്റ് എടുത്തിട്ട് 19 മണിക്കൂർ നമ്മൾ എടുത്തിരിക്കുന്നു സുഹൃത്തുക്കളെ. അത് ചെറിയൊരു അബദ്ധം പറ്റിയതാണ്. 19 മണിക്കൂർ നമ്മളതിനിപ്പോൾ ഇവിടെ ചിലവാക്കാൻ പോകണമെന്നില്ല. എന്നാലും ഈ സാധനം വണ്ടിയിൽ വയ്ക്കണം. അപ്പോൾ നമുക്കിത് വണ്ടിയുടെ ഓണറിന് കൊടുക്കാം. വീണ്ടും പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 19:58 വരെയായിരുന്നു സമയമായിരുന്നു. അത് 13 മുതൽ 19 വരെയായിരുന്നു. അപ്പോൾ 3 മണിക്കൂറുള്ളൂ, കുഴപ്പമില്ല. നമ്മൾ ബീച്ചിലോട്ട് പോവുകയാണ്. ഇതാണ് ലിയോ ചേട്ടൻ. ഫ്രണ്ടിൽ നിന്നാ വേണ്ട, അങ്ങനെയൊന്നുമില്ല. ആ, അത് കലക്കില്ലേ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വരുന്നത്. അല്ല അങ്ങനല്ല, ഞാനിങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ ഓക്കെ. അപ്പൊ ഞാൻ ബീച്ചിൽ കടലിൽ വരും. ഇപ്പം വേലിയിറക്കത്തിന്റെ സമയത്ത് കാരണം കടലിത്തോടെ അങ്ങോട്ട് ഇറങ്ങി പോയേക്കാണ്. ഇവിടെയൊക്കെ നനഞ്ഞിടക്കണണ്ട, വേലിയിറക്കത്തില്ല. ഇനി വേലിയേറ്റത്തിന്റെ സമയത്ത് അതുകൊണ്ട് കയറി വരും. ബീച്ച് എക്സ്പ്ലോർ ചെയ്യട്ടെ. ഇവിടെ നിന്ന് മറ്റേ വോളിബോളിന്റെ ഒരു ബോളൊക്കെ എടുത്തിട്ടുണ്ട്, ഒരു കൊടയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കൊടയൊക്കെ കുത്തി വോളിബോളെല്ലാം കളിച്ച് സെറ്റാക്കട്ടെ. സീകളിൽ കാണിച്ചില്ല, സീകൾ ഇതേ പറഞ്ഞണ്ട, അതൊരു സീകളിലായിരുന്നു സുഹൃത്തുക്കളെ. ഗിൽബർട്ട് ചേട്ടൻ കുട കുത്താൻ പോവുകയാണ്. കുട പറന്നു പോകില്ല, കുട കുത്തി. ആദർശ് ചേട്ടൻ നടന്ന് ബോളടിച്ച്. കൊള്ളാം, ദിസ് ഈസ് നൈസ്. കുട കുത്തി. ഓക്കെ, ബോള് വന്നിരിക്കുന്നു സുഹൃത്തുക്കളെ.
അപ്പോൾ ഇവിടെ കുട അടിക്കാനുള്ള സെറ്റപ്പാണ്. വെയിൽ നമ്മൾ ഓൾറെഡി ടാൻ ആയത് കാരണം നമ്മളൊക്കെ ഓൾറെഡി ടാൻ ആയത് കാരണം നമുക്ക് ടാനിങ്ങിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങനെയാണ്. ടർക്കി വിരിച്ചിട്ട് ഇവിടെ കിടക്കാനുള്ള പരിപാടിയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, അപ്പോൾ ഞാൻ ബീച്ച് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. അവിടെ മറ്റേ സർഫിങ്ങിൻ്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കടലിൽ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, ചെറിയ കൊച്ചു വരെ ഉണ്ട് അവിടെ. ആ മഞ്ഞ ബോട്ടിൽ നിൽക്കണ ചെറിയ കൊച്ചാ, കൊള്ളാം. ഇനി ഭാഗ്യമുണ്ടെങ്കിൽ അവർ കടലിൽ കൂടെ ഓടണതും കാണാം. നൈസ്. നമ്മുടെ ടീം എവിടെ? അതോ കാണുന്നുണ്ടാ? എവിടെ? ഇതാ പോണം. ഇത് നമ്മുടെ ടീമാണ്. ആദർശ് ചേട്ടൻ, ഗിൽബർട്ട് ചേട്ടൻ, ലിയോ ചേട്ടൻ. നമ്മുടെ കപ്പിത്താൻ ദേ നിൽക്കണു കടലിൽ. കാറ്റുകൊള്ളാണ്. എന്താ പറഞ്ഞ മറ്റേ സർഫ് ചെയ്യാനുള്ള ടീമുകൾ ഇതോ ഇറങ്ങി തുടങ്ങി. ആയിരിക്കില്ലെന്നില്ല, നല്ല ആ ടീം ഇതോ ഇറങ്ങി സർഫിങ്ങിന് പോവുകയാണ്. ഞാൻ നനയുന്നു. കാലിൻ്റെ അടിയിലുള്ള മണലെല്ലാം ഊർന്നു പോകുന്നു. പോവാത്ത അർത്ഥം. നനയില്ല. എന്നെ നനയ്ക്കാൻ നിങ്ങൾക്കാവില്ല. അവര് ഇറങ്ങുകയാണ്. സെറ്റാണ്. നോക്കാം. നല്ല കാറ്റടിക്കണ്ടാ. നനഞ്ഞു ഇല്ല, നനഞ്ഞില്ല. ഡ്രസ്സ് നനഞ്ഞില്ല. ഭാഗ്യം. സൂര്യൻ ചന്ദ്രൻ. ആ പണ്ടാരത്തൊന്നും നനയോ? നനഞ്ഞില്ല. ഇതൊന്നും നനയോ? നനഞ്ഞില്ല. കൊള്ളാം. ദിസ് ഈസ് ആദർശ് ചേട്ടൻ, ദിസ് ഈസ് ജോയ് ചേട്ടൻ. പിന്നെ ബാക്കി രണ്ടേട്ടന്മാർ കടലിലോട്ട് പോയേക്കോണ്. ഇപ്പോൾ വരും. ഞാൻ ക്യാമറയിലല്ലോ നോക്കണേ. കൊള്ളാം. ആദർശ് ചേട്ടാ, ഹൈ. അപ്പാടെ ഒരു കോട്ടയുണ്ട് സുഹൃത്തുക്കളെ. പക്ഷെ അത് അങ്ങോട്ട് പോയിട്ട് എടുക്കേണ്ടി വരും. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കില്ല. നമുക്കിങ്ങനെ സൂം ചെയ്ത് കാണാം. പോർച്ചുഗീസുകാർ പണ്ട് 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 കടലിൽ നിന്നും വരുന്ന ശത്രുക്കളെ പോർച്ചുഗീസുകാർ കടലാക്രമണം നടത്തിക്കൊണ്ടിരുന്ന കോട്ടയാകുന്ന ഇങ്ങോട്ട് കയറാൻ തുടങ്ങി. ഇപ്പോൾ പരിപാടികളൊക്കെ അവസാനിപ്പിക്കുന്നു. വീണ്ടും വീട്ടിലോട്ട് പോട്ടെ. കഴിഞ്ഞിട്ട് അപ്പോൾ വീട്ടിൽ പോട്ടെ. ടാറ്റാ. ഇനി നിർത്താമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ ഒരു പ്രത്യേക സാധനത്തിനാണ് ഞാൻ ആദ്യത്തെ സാധനം കാണുന്നത്. ആദ്യമായിട്ട് കാണുകയാണ് മസ്ദ
RX6 അല്ല MX5. നൈസ്. അപ്പം ഇനി ശരിക്കും ടാറ്റാ. അപ്പോൾ നേരെ വീട്ടിൽ പോട്ടെ. എനിക്കാണ് മിഡിൽ സീറ്റ്. അപ്പോൾ ടാറ്റാ. അപ്പോൾ വീട്ടിൽ പോണ വഴിക്ക് ചെറുതായിട്ടൊന്ന് ബലാവ അടിക്കാൻ വിളിച്ചു കാപ്പി. അതിനാണ് അതിൻ്റെ പേരാണ് പാസ്തയിൽ ദിനാദ. പോർച്ചുഗലിൻ്റെ ഔദ്യോഗിക ദേശീയ ഭക്ഷണമാണ്. നമ്മുടെ പൊറോട്ടയും ബീഫും പോലെ. അപ്പോൾ അടിക്കാം. ടേസ്റ്റ് ചെയ്യാം. മുട്ടയാണ്. പപ്സിൻ്റെ മറ്റേ ലെയറിലെ മുട്ട. കൊള്ളാം. സാധനം കൊള്ളാം. അത് കാണുന്നില്ല. ഗ്ലാസിന്റെ ഉൺസൈമയാണ് കാണുന്നത്. പോർച്ചുഗലിലെ കുതിരൻ ഒന്നും പറയാനില്ലേ. അതുവരെ പിടിക്കൂല, സ്പേസ് കുറവാണ്. ഒരു വരുന്ന വഴിക്ക്, വീട്ടിൽ പോകുന്ന വഴിക്ക് ഒരു മാളിലേക്ക് വന്നാണ്. കൊള്ളാം. വാച്ചിൻ്റെ ഇടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊള്ളാം. അത്യാവശ്യം നല്ല എല്ലാ പരിപാടികളും ഉണ്ട്. തുണിക്കടകളും വാച്ചും മറ്റതും മറിച്ചൊക്കെ ആയിട്ട്. ടൂറും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിലോട്ട് പോകുന്ന വഴിയാകുന്നു ഇത്. അപ്പോൾ അവിടെ നിന്ന് കാർ വരില്ല. ഇല്ല, അവിടെ സ്റ്റോപ്പുണ്ട്. ഓക്കെ. സ്നാപ്ചാറ്റ് എല്ലാം കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ കിടന്നുറങ്ങാൻ പോണ 12 മണി എന്തോ ആയി. ഇവിടെ നാട്ടിലൊരു 4 മണിയൊക്കെ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഗുഡ് നൈറ്റ്.